ത്രേതായുഗത്തിലെ സൂര്യോദയത്തിന് മുൻപുള്ള ഒരു ബ്രാഹ്മ മുഹൂർത്തം. ഗൗതമ മഹർഷിയുടെ ആശ്രമം ശാന്തമായിട്ടിരിക്കുന്നു. മഹർഷി കുളിക്കാൻ നദിയിലേക്ക് പോയ സമയത്ത് മഹർഷിയുടെ അതേ വേഷത്തിൽ വന്ന ഇന്ദ്രൻ അഹല്യയെ സമീപിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ അഹല്യയ്ക്ക് ഒരു തെറ്റ് പറ്റി. കലി തുള്ളി വന്ന ഗൗതമ മഹർഷിയോ അഹല്യയുടെ വാക്കുകൾ ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഒരു ശാപം അങ്ങോട്ട് കൊടുക്കുകയാണ്. നീ കാറ്റും മഴയും ഏറ്റ് ആരും കാണാതെ ഒരു കല്ലായി ഇവിടെ കിടക്കാൻ ഇടവരട്ടെ എന്ന്. അവിടെ കല്ലായിട്ട് മാറുന്നത് അഹല്യയുടെ മനസ്സാണ്. ഇന്നത്തെ കാലത്തും ഇല്ലേ ഇതുപോലെ വ്യാജവേഷത്തിൽ വന്ന് കോഴിയെ പോലെ കൂവുന്ന ഇന്ദ്രന്മാര്? സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരക്കാരുടെ വരവ് കൂടുതലും. പ്രണയം, വിവാഹം എന്നൊക്കെ അങ്ങോട്ട് വാഗ്ദാനം ചെയ്യും. അവസാനം ചതിയിൽ വെട്ട പെൺകുട്ടികള് വീടിന്റെ 4 ചുവരുകൾക്കുള്ളില് ഒരു കല്ല് പോലെ ഒതുങ്ങിക്കൂടേണ്ടി വരികയാണ്. സന്തോഷമില്ല, ഉത്സാഹമില്ല, മിണ്ടാട്ടമില്ല, ശരിക്കും ഒരു കല്ല് പോലെ ആയി മാറുകയാണ് അവരുടെ ജീവിതവും അവസ്ഥയും എല്ലാം. ശാപം കിട്ടിയ അഹല്യയുടെ ആശ്രമത്തിന്റെ സമീപത്ത് പോലും ആരും വരാതായി. അഹല്യ കരഞ്ഞു, പശ്ചാത്തപിച്ചു, രാമനാമം ജപിച്ചു, ഭർത്താവിന്റെ വാക്കുകൾ ഓർത്തു. രാമന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ തനിക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെ മനസ്സുരുകി രാമനാമവും ജപിച്ച് രാമന്റെ വരവും കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ഇരകളുടെ അവസ്ഥ ഇത് തന്നെയാണല്ലോ. മാറി നിന്ന് കുറ്റപ്പെടുത്താനല്ലാതെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവരുടെ ഭാഗം പറയാനോ നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ ആരും ഉണ്ടാവാറില്ല. ഒരു ശാപമേറ്റവളെ പോലെ ജീവിക്കേണ്ട അവസ്ഥ വരികയാണ്. എന്നാൽ ഇവിടെയാണ് അഹല്യയുടെ പ്രസക്തി. അഹല്യ രാമനെ ശരണം പ്രാപിച്ചു. അങ്ങനെ അവസാനം രാമൻ വന്നു. രാമന്റെ പാദസ്പർശം ഏറ്റപ്പോ കല്ലിൽ നിന്ന് വീണ്ടും ജീവനുള്ള അഹല്യ പുറത്തേക്ക് വരികയാണ്. കാരുണ്യത്തോടെ ഒരമ്മയെ നോക്കുന്നത് പോലെ രാമൻ ഒരു നോട്ടം നോക്കി അഹല്യയെ. ആ നോട്ടം മതി ഏത് കല്ലിനും ജീവൻ കിട്ടാൻ. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. പക്ഷെ തെറ്റു പറ്റുമ്പോൾ രാമനെ ശരണം പ്രാപിക്കാൻ നമ്മൾ തയ്യാറാവണം. ഏത് തെറ്റും രാമൻ പൊറുക്കും. അങ്ങനെ നമുക്ക് പുതിയൊരു ജീവിതം കിട്ടുകയും ചെയ്യും.